ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന തനിച്ചിരുന്ന് എന്തോ ആലോചിക്കുന്നത് കണ്ടപ്പോ അവിടേക്ക് രാജീവ് ഒരു ഫയലുമായി എത്തുന്നു. സംവൃത എന്ന് വിളിച്ച് അരികിലേക്ക് എത്തിയ രാജീവിനോട് കാര്യം എന്തോ പറയാനാണ് രാജീവ് വരുന്ന മനസ്സിലാക്കിയ സംവൃത സംശയത്തോടെ നോക്കി. ഉടനെ രാജീവ് അരികിലേക്ക് എത്തി അർച്ചനയ്ക്ക് നേരെ ആ ഫയൽ നീട്ടിയിട്ട് പറഞ്ഞു, ദാ ഇത് ഞാൻ മുമ്പ് ഒരു വട്ടം അന്വേഷിച്ച ഒരു കേസാണ്. അത് ഒന്ന് വായിച്ചു നോക്ക്. ഇത് മുൻപോട്ടുള്ള സമൃദ്ധിയുടെ ഭാവിയിൽ ഇത് വളരെയേറെ പ്രയോജനപ്പെടും എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല ഇതെങ്ങനെ എനിക്ക് എന്ന് പറഞ്ഞ് സംശയത്തോടെ ആ ഫയൽ നോക്കി അർച്ചന അന്വേഷിച്ചപ്പോഴേക്കും, ഞാൻ പറഞ്ഞല്ലോ ഇത് മുൻപോട്ടുള്ള സമൃദ്ധിയുടെ നീക്കങ്ങളിലും മുൻപോട്ടുള്ള ഭാവിയിലും തീർച്ചയായിട്ടും ഇത് ഉപകരിക്കും, ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞു. സംശയത്തോടെ അർച്ചന ആ ഫയൽ തുറന്ന് നോക്കുമ്പോൾ അതിലെ കാര്യങ്ങൾ ഓരോന്ന് വായിച്ചെടുക്കുമ്പോൾ അവിടേക്ക് സ്റ്റെയർ കയറി വരുന്ന ശിശിര ആ കാഴ്ച കണ്ടു. ഉടനെ അത് ഓരോന്നും വായിച്ചു കഴിയുമ്പോൾ വളരെ അതിശയത്തോടെ അർച്ചന രാജീവിനെ നോക്കുകയാണ്. ഇത് കണ്ടതോടെ ശിശിരയ്ക്ക് വല്ലാത്ത ടെൻഷനായി. ദൈവമേ, ഈ മനുഷ്യൻ അവളുടെ കയ്യിൽ ഇത് എന്ത് ഫയലാ കൊടുത്തിരിക്കുന്നത്? ഇനി എന്തെങ്കിലും വല്ല രേഖകളോ മറ്റോ ആയിരിക്കുമോ? ഇനി മറ്റെന്തെങ്കിലും ആലോചനകളോ ആയിരിക്കുമോ? എന്തായിരിക്കും എന്ന് സംശയത്തോടെ ശിശിര വേഗം തന്നെ രാജീവിന്റെയും അർച്ചനയുടെയും അരികിലേക്ക് ചെന്നു. അതെ, എന്താ എന്താ നിങ്ങൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് രാജീവ് പറഞ്ഞു, ഓ അതോ, ഞാനേ അർച്ചനയ്ക്ക് നീ എനിക്ക് തന്നിരുന്ന ആ പ്രണയലേഖനങ്ങൾ ഓരോന്നും ഉണ്ടല്ലോ, നീ എന്നെ പ്രണയിച്ച് തന്നപ്പോ തന്ന ആ പ്രണയലേഖനങ്ങൾ, അതെല്ലാം ഞാൻ സമൃദ്ധിയുടെ കയ്യിൽ കൊടുത്തതാ, സമൃദ്ധിക്ക് വായിക്കാനായിട്ട്. എന്താ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആകെ ദേഷ്യത്തോടെ ശിശിര അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ ഫയൽ പിടിച്ചു വാങ്ങിച്ചു. എന്നിട്ട് അത് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോഴേക്കും ഉടനെ രാജീവ് ചോദിച്ചു, ആ എങ്ങനെയുണ്ട്, നിനക്ക് വല്ലതും മനസ്സിലായോ? നീ ഇത് വായിച്ചു നോക്കിയോ? അപ്പോഴേക്കും ശിശിര തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ അതുകൊണ്ട് ദേഷ്യത്തോടെ രാജീവിനെ നോക്കി ആ ഫയൽ അടച്ചു വെച്ചതും രാജീവ് പറഞ്ഞു, അല്ലേലും നീ അത് വായിച്ചു നോക്കിയാലും നിനക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല, നിനക്ക് തലയിൽ അതിനുള്ള ആൾതാമസം എന്തെങ്കിലും ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ ശിശിര പറഞ്ഞു, നിങ്ങളെന്നെ കളിയാക്കുകയാണല്ലേ എന്ന് ചോദിച്ച ഉടനെ രാജീവ് ചോദിച്ചു, അല്ല കളിയാക്കിയതല്ല, അതെ ആദ്യം സ്വന്തം ഭർത്താവിന്റെ മേൽ അല്പമെങ്കിലും വിശ്വാസം വേണം. എല്ലാവരെയും ഭർത്താവ് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ അതെല്ലാം സംശയ ദൃഷ്ടിയിൽ മാത്രം നോക്കി കാണുന്ന നിന്നെ പോലെയുള്ളവർക്ക് ഇതൊക്കെ പറ്റൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് രാജീവ്. വേഗം ശിശിരയുടെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങിച്ച് അത് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് രാജീവ് മടങ്ങി. ഉടനെ ശിശിരയോട് അർച്ചന ചോദിച്ചു, ശിശിരടുത്തേക്ക് എന്താ ഈ പ്രശ്നം? ശിശിരേച്ചി എന്തിനാ ഇങ്ങനെ വെറുതെ എപ്പോഴും സംശയത്തോടെ നോക്കുന്നത്? എന്നെയും രാജീവിനെയും ഇങ്ങനെ സംശയത്തോടെ കാണുന്നത് എന്തിനാ? ഒരു കാര്യം ഞാൻ ശിശിരേച്ചിയോട് പറയാം. വെറുതെ ഇങ്ങനെ സംശയ ദൃഷ്ടിയോടുകൂടി ഓരോ കാര്യങ്ങളും നോക്കി കണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്നറിയോ? ഇങ്ങനെ അനാവശ്യമായ ഭർത്താക്കന്മാരെ സംശയിച്ചാൽ ആരോട് ഭർത്താവ് മിണ്ടിയാലും അതെല്ലാം അവരുമായി അവിഹിത ബന്ധമുള്ള ആളുകളാണെന്നുള്ള ധാരണ ഉള്ള രീതിയിൽ ഏത് സ്ത്രീകൾ പെരുമാറിയാലും അത് അവരുടെ ജീവിതം തന്നെ തകർത്ത് കളയുകയാണ് എന്ന കാര്യം മറക്കണ്ട. അതാണ് ഇവിടെ ശശിരേച്ചിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ശരിയല്ല ചേച്ചി എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതം തന്നെയാണ് അതിലൂടെ ഇല്ലാതാവുന്നതെന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് നൽകി അർച്ചന തന്റെ കയ്യിലിരിക്കുന്ന ആ ഫയലുമായിട്ട് വേഗം അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും ശിശിരയ്ക്ക് ആകെ സംശയമായി. അല്ല, ശരിക്കും തന്നെ ഇവർ ചതിക്കുകയാണോ? എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവൾക്ക് ദേഷ്യം വന്നതും അവള് അതുമായി പോയതും. എന്തായാലും ഇവരുടെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് ശിശിര മനസ്സിലുറപ്പിച്ചു. അതിനുശേഷം പിന്നീട് ഇന്ദുട്ടിയും അമ്മുവും പഠിക്കുന്ന സ്കൂളിലേക്ക് എത്തുകയും അവിടുത്തെ സ്റ്റാഫിന്റെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് കയറി ചെന്ന സ്നേഹ, ഞാൻ ഇന്ദുവിന്റെയും മമ്മൂട്ടിയുടെയും ആന്റിയാണ് എന്ന് പറഞ്ഞു. പറഞ്ഞോളൂ, എന്താ കാര്യം എന്ന് അവിടുത്തെ സ്റ്റാഫ് അന്വേഷിച്ചപ്പോഴേക്കും, മേഡം എനിക്കൊരു ഹെൽപ്പ് വേണം. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ 2 ടേം ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല, അത് പെൻഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. അത് അടയ്ക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല, അത് ഇപ്പോഴും റെഡി ആയിട്ടില്ല, അടുത്ത ആഴ്ചയ്ക്ക് അത് അടയ്ക്കാം, അക്കാര്യം പറയാനായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വേഗം ആ സ്റ്റാഫ് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്തു. ഉടനെ തന്നെ അത് ഇന്ദുവും അമ്മുവും അല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും, അതെ അതെ മാഡം എന്ന് പറഞ്ഞു. വേഗം തന്നെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ഇതുവരെ പെൻഡിങ് ആയിട്ടുള്ളതും പിന്നെ 2 ടേം ഫീസും അടച്ചു തീർത്തല്ലോ എന്ന് പറഞ്ഞു. ടേം ഫീസും എല്ലാം അടച്ചെന്നോ? അതെങ്ങനെ എന്ന് സംശയപ്പെട്ട് സ്നേഹ ചോദിക്കുമ്പോഴേക്കും, ഒരു പക്ഷേ
നിങ്ങളോട് അത് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. വീട്ടിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം അത് അടച്ചിട്ടുണ്ടാവുക. നിങ്ങളോടത് പറയാൻ മറന്നു പോയതായിരിക്കാം. എന്തായാലും ഇവിടെ ഫീസെല്ലാം അടച്ചിട്ടുണ്ട്. ആ ഒരു കോംപ്ലിക്കേഷൻ ഇനിയില്ല എന്നറിയിച്ചു. ശരി എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കാനാകാതെ സ്നേഹ സംശയത്തോടെ എഴുന്നേറ്റു. അപ്പോഴേക്കും അവിടുന്ന് സ്റ്റാഫ് ചോദിച്ചു, കുട്ടികളുടെ 2 ടേമിലെയും ഫുൾ ഫീസ് അടച്ചിട്ടുണ്ട്. ഇനി അക്കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇനി കുട്ടികളുടെ പഠന കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല മാഡം എന്ന് പറഞ്ഞതും എന്നാ ശരിയെന്ന് പറഞ്ഞ് സ്നേഹയോട് സ്റ്റാഫ് യാത്ര പറഞ്ഞു. അങ്ങനെ സ്നേഹ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും സ്നേഹയുടെ മനസ്സിലാകിയ സംശയമായി. അല്ല, ഈ 2 ടേം ഫീസ് അത് ആരായിരിക്കും അടച്ചിട്ടുണ്ടാവുക? വീട്ടിൽ നിന്ന് ആരും ചെയ്ത കാര്യമല്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ആരാ ചെയ്തത് എന്ന സംശയം ആ നിമിഷം മനസ്സിലാകെ ഉരുത്തിരിഞ്ഞു വന്നു. ശരിക്കും ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട് എന്നൊരു സത്യത്തിൽ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത് ആരായിരിക്കുമെന്ന ആലോചന മനസ്സിലാകെ വലിയൊരു സംശയമായി നിന്ന് സ്നേഹ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷമാണ് ഗൂഗിള് വീണ്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് എത്തി. അതും അർച്ചനയെ മുമ്പ് കൺസൾട്ട് ചെയ്തിരുന്ന ഐശ്വര്യലക്ഷ്മി എന്ന ആ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെയായിരുന്നു ആ നിമിഷം എത്തിച്ചേർന്നത്. ഉടനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഗൂഗിളിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് ഗൂഗിൾ പറഞ്ഞതും അപ്പോഴാണ് അവർ ചോദിച്ചത്, നിങ്ങളുടെ വൈഫ് ഒരു വട്ടം എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാനായിട്ട് എത്തിയിരുന്നു. അവർക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്നതായിരുന്നു അവരുടെ ടെൻഷൻ. അതിന് കുറേയൊക്കെ എനിക്ക് അവരെ സഹായിക്കാനായി കഴിഞ്ഞിരുന്നു. പക്ഷെ ഒരു വട്ടം ഞാൻ ആ സമൃദ്ധയെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന സഹോദരിയും അമ്മയും എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. സത്യത്തിൽ സമൃദ്ധിയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അന്ന് സമൃദ്ധിക്കും എന്നെ കണ്ടിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. സമൃദ്ധിയും എന്നെ ഒരു അപരിചിത എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത് എന്ന് ഐശ്വര്യ അറിയിച്ചു. ഇതെല്ലാം കേട്ടതും രാജീവിന് അപ്പോഴേക്കും കാര്യം എന്താണെന്ന് മനസ്സിലായി. രാജീവ് ആകെ സംശയപ്പെട്ട് നോക്കുമ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു, അല്ല, അന്ന് സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ടെൻഷന്റെ കാരണം ഇപ്പോ ശരിക്കും കേസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എന്തൊക്കെയോ താങ്കൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ധാരണയല്ലേ? സത്യത്തിൽ നിങ്ങളുടെ വൈഫ് അത് അക്കാര്യത്തിൽ എനിക്കിപ്പോഴൊരു ഡൗട്ടുണ്ട്. അത് നിങ്ങളുടെ വൈഫ് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആകെ സംശയത്തോടെ വല്ലാത്ത ഞെട്ടലിൽ ഗൂഗിൾ അങ്ങനെ നിൽക്കുകയാണ്. സത്യത്തിൽ യഥാർത്ഥ സത്യം എന്താണെന്നുള്ള കാര്യം ഞാൻ എങ്ങനെ തുറന്നു പറയും? ഈ 10 വർഷക്കാലം ഞാൻ ആ സത്യം മറച്ചു വെച്ചിരിക്കുകയായിരുന്നെന്നും ആ സത്യത്തെ ഇത്രയും നാളും ലോകത്തിന് മുന്നിൽ നിന്ന് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നുള്ള കാര്യം താൻ എങ്ങനെയാ പറയുക എന്നതായിരുന്നു അപ്പോഴുള്ള ഗൂഗിളിന്റെ മനസ്സിലെ ആശങ്ക. ഗൂഗിൾ അതെല്ലാം ഓർത്ത് ആകെ ടെൻഷനോടെ വല്ലാത്ത ഞെട്ടലിൽ അങ്ങനെ ഇരുന്നു. ഉടനെ ഡോക്ടർ ചോദിച്ചു, അല്ല, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ വേറെ എന്ന് ചോദിച്ചപ്പോഴേക്കും തന്റെ മനസ്സിലെ ആധിയും ടെൻഷനും താൻ അങ്ങനെ തുറന്നു പറയുമെന്ന ആശങ്കയോടെ ഗൂഗിൾ നോക്കി. ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇപ്പോഴത്തെ താങ്കളുടെ ഈ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാനേ ഒന്ന് രണ്ട് തവണ കൂടി നമുക്ക് ഒന്ന് ഇപ്പോഴത്തെ മനസ്സിലെ ടെൻഷനൊക്കെ മാറാൻ ഇനിയും 1-2 സിറ്റിംഗ് കൂടെ നടത്തേണ്ടി വരും. അതുകൊണ്ട് ആദ്യം ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് മെഡിസിൻസ് തരാം. ഉറക്കം വരാതിരിക്കുന്ന ആ ഒരു പ്രശ്നം മാറാനും കുറച്ചുകൂടി മൈൻഡ് ഒന്ന് ക്ലിയർ ആകുന്നതിനും വേണ്ടി. ഇനി അതുകൊണ്ട് മെഡിസിൻസ് കൊണ്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ 1-2 സിറ്റിംഗ് നടത്തേണ്ടി വരും എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് ഗൂഗിൾ ആ പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഡോക്ടറുടെ മനസ്സിന് ചില സംശയങ്ങൾ വീണ്ടും ഉരുത്തിരിഞ്ഞു. അയാൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയത് പൂർണ്ണമായും സത്യമല്ല. അതിൽ പലതും യഥാർത്ഥത്തിൽ മറച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അയാളുടെ വൈഫിനെ സംബന്ധിച്ച് ചില രഹസ്യങ്ങൾ അയാൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അടുത്ത കൺസൾട്ടേഷൻ ടൈമിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഡോക്ടർ. അതിനുശേഷം അർച്ചന തൻ്റെ കയ്യിൽ രാജീവ് ഏൽപ്പിച്ച ആ ഫയലിലെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം വായിച്ചു തീർന്നു. മൊത്തം വായിച്ചു കഴിഞ്ഞതും അർച്ചനയ്ക്ക് വല്ലാത്ത അതിശയവും വല്ലാത്ത സംശയവും മനസ്സിൽ ഉരുത്തിരിഞ്ഞു. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാജീവും അവിടേക്ക് എത്തി. രാജീവ്, ഇതിൽ പറയുന്നതൊക്കെ സത്യങ്ങളാണോ? യഥാർത്ഥത്തിൽ അവന്തിക തന്നെയാണോ അവന്തികയുടെ അമ്മാവനെ എന്ന് ചോദിച്ചതും ഉടനെ രാജീവ് പറഞ്ഞു, അതെ, ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. അവന്തിക തന്നെയാണ് അവന്തികയുടെ അമ്മാവനെ ഇല്ലാതാക്കിയത്. സ്വത്തിനും പണത്തിനും വേണ്ടി അവർ മനഃപൂർവ്വം ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ചതിക്കുകയായിരുന്നു. ഒടുവിൽ എല്ലാം രണ്ടുപേരും സ്വത്തിനു വേണ്ടി തന്നെ പരസ്പരം പോരടിച്ച് ഒടുവിൽ സ്വന്തം അമ്മാവനെ കൊല്ലുകയും ചെയ്തു എന്നറിയിച്ചു. അന്ന് കൃത്യമായ എവിഡൻസോടുകൂടിയാണ് ഞാൻ ഈ കേസ് തെളിയിച്ചത്. പക്ഷേ അവന്തികയെ പിടികൂടാനായിട്ടുള്ള ശ്രമം അന്ന്
ഞാൻ നടത്തിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അന്നത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും അറിയാവുന്ന കാര്യങ്ങളല്ലേ സമൃദ്ധിക്ക്. എന്തായാലും ഇപ്പോ അവന്തികയെ കൊടുക്കാൻ ഇത് നല്ലൊരു ആയുധം തന്നെയാണ്. എൻ്റെ കയ്യില് കൃത്യമായ എവിഡൻസ് ഉണ്ട്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ ശബ്ദിക്കുന്ന എവിഡൻസുകൾ തന്നെ. അതുകൊണ്ട് തന്നെ ഇനിയും അവന്തികയെ പൂട്ടേണ്ടത് ഈ കുരുക്കുകളെല്ലാം ചേർത്തിട്ടാണ്. ഇനിയുള്ള അവന്തികയ്ക്കെതിരെയുള്ള നീക്കം ആ രീതിയിലാവണം. ഒരു കാരണവശാലും അവന്തിക ആ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാത്ത രീതിയിൽ വേണം അവന്തികയെ ലോക്ക് ചെയ്യാൻ എന്ന് അർച്ചനയോട് രാജീവ് അറിയിച്ചു. അതെ, ഇനിയും സമയം വെറുതെ വൈകിച്ചൂടാ, എത്രയും പെട്ടെന്ന് തന്നെ അതിനുവേണ്ട നീക്കങ്ങൾ നടത്തണമെന്ന് അർച്ചന രാജീവിനോടും അറിയിക്കുന്നു. അതിനുശേഷം ആതിരയും കമലമ്മയും ഒക്കെ അനഘയും എല്ലാം സ്നേഹമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വല്ലാത്ത ടെൻഷനിലാണ്. കുട്ടികൾക്ക് വേണ്ടി ഫീസ് മറ്റാരോ സ്കൂളിൽ അടച്ചു എന്ന് സ്നേഹ പറഞ്ഞതോടെ അതാരാണെന്ന് ആർക്കും അറിയാത്ത ടെൻഷനിൽ ഇങ്ങനെ ഒരു സഹായം നമുക്ക് വേണ്ടി ആരാ ചെയ്തത്? ഈ കുടുംബത്തിന്റെ ഈ ഒരു അവസ്ഥ അതറിഞ്ഞിട്ട് ആരായിരിക്കും അങ്ങനെ പണം കൊടുത്തിട്ടുണ്ടാവുക എന്നെല്ലാം എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴേക്കും അനഘ പറഞ്ഞു, അല്ല, ഇത്രയും പണം എന്തായാലും കുട്ടികൾ സ്കൂളിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ ടെൻഷനിലായിരുന്നു. ഇവർക്ക് വല്ലാത്ത സങ്കടമായിരുന്നല്ലോ. ഇനിയിപ്പം കുട്ടികൾക്ക് ഫ്രണ്ട്സിനെ കാണാൻ കഴിയില്ല എന്നുള്ള ആ വിഷമവും പേടിയൊന്നും വേണ്ടല്ലോ എന്ന് ആതിരയും കുട്ടികളെ സമാധാനിപ്പിച്ചു. കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴേക്കും, എന്നാലും ആ പണം അത് ആരായിരിക്കും? എന്തായാലും എൻ്റെ അച്ഛമ്മളുടെ ആത്മാവായിരിക്കും ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് അർച്ചനയെ കുറിച്ച് കമലമ്മ പറയുമ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അപ്പുറത്ത് നിന്നിരുന്ന ശശി വേഗം കമലമ്മയുടെ അരികിലേക്ക് പാഞ്ഞെത്തി. അമ്മേ, ഈ ഒരു സംസാരം നിർത്തുന്നുണ്ടോ? അമ്മയോട് ആരാ പറഞ്ഞത് എൻ്റെ അർച്ചന മരിച്ചു പോയെന്ന്? അമ്മ, ഇനി അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ അർച്ചനയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ അർച്ചന ജീവനോടെ ഉണ്ട് എന്ന് ശശി ഉറക്കെ പറഞ്ഞു. അത് കേട്ടതോടെ കമലമ്മ ചോദിച്ചു, ഉണ്ടോ? എവിടെയാ ഉള്ളത്? എവിടെയാണെങ്കിലും ഇത് കാണിച്ചതാ എന്ന് പറഞ്ഞ് ശശിയുടെ നേരെ കമലമ്മ തിരിഞ്ഞതും സച്ചി പറഞ്ഞു, അമ്മേ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അർച്ചന ജീവനോടെ ഉണ്ട്. അത് താമസിയാതെ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്തു. ഇനി ആരും അർച്ചന മരിച്ചു എന്ന രീതിയിലുള്ള സംസാരം ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സച്ചി അവിടുന്ന് പോകുമ്പോഴേക്കും കമലമ്മ എല്ലാവരോടും ചോദിച്ചു, അല്ല, അവനെന്താ എന്നോട് ദേഷ്യപ്പെട്ടത്? ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സ്നേഹയും ആതിരയും പറഞ്ഞു, അമ്മേ, വേറൊന്നും അല്ല, സച്ചിയുടെ മനസ്സിൽ അച്ചുചേച്ചി ഇപ്പോഴും ജീവനോടെയുണ്ട്. അതുകൊണ്ട് അമ്മ ഇനിയും അത്തരത്തിലൊന്നും സംസാരിക്കരുത്. ആത്മാവ് എന്നുള്ള കാര്യങ്ങളൊന്നും സച്ചിയുടെ കേൾക്കെ അമ്മ പറയരുത്. അത് സച്ചിയേട്ടന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഉടനെ കമലമ്മ ചോദിച്ചു, പിന്നെ പിന്നെ ആരാ ഇത് ചെയ്തത്? ഇത്രയും വലിയ തുക നമുക്ക് വേണ്ടി അടയ്ക്കാൻ അതാരായിരിക്കും എന്ന് സംശയത്തോടെ കമലമ്മയും മറ്റെല്ലാവരും തല പുകയ്ക്കുമ്പോഴേക്കും ഉടനെ ആതിര കുറച്ചു നേരം ആലോചിച്ചിട്ട് പെട്ടെന്ന് ചിന്തിച്ചു, ഇനി ചിലപ്പോ ആയിഷ ചേച്ചി ആയിരിക്കുമോ ഇത്രയും വലിയൊരു തുക തന്ന് സഹായിക്കാൻ? ആയിഷ ചേച്ചിയല്ലേ അങ്ങനെ ഒരു നീക്കം നടത്തൂ? സഹായിക്കാനുള്ള പണം ആയിഷ ചേച്ചിയുടെ പക്കലല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ആതിര വേഗം തന്നെ അപ്പുറത്തേക്ക് മാറി അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു. കോള് വരുന്നത് കണ്ട് അർച്ചന വേഗം വന്ന് കോൾ അറ്റൻഡ് ചെയ്തതും, ഹലോ, ആയിഷ ചേച്ചി, ഇത് ഞാൻ ആതിര എന്ന് പറഞ്ഞു. പറഞ്ഞോ ആതിര, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചു. ആയിഷ ചേച്ചിയും, എനിക്കൊരു കാര്യം അറിയണം. ഇന്ന് കുട്ടികളുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അർച്ചന തപ്പിത്തടഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ആതിരയ്ക്ക് കാര്യം മനസ്സിലായി. എനിക്ക് മനസ്സിലായി ചേച്ചി, ചേച്ചി തന്നെയായിരുന്നു അതല്ലേ? ഇന്ന് കുട്ടികളുടെ ഫീസ് സ്കൂളിൽ കൊണ്ടുപോയി അടച്ചു എന്നറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമായി. ഫ്രണ്ട്സിനെയൊക്കെ വിട്ട് പോകേണ്ടി വരുമെന്നുള്ള വിഷമമായിരുന്നു കുട്ടികളുടെ മനസ്സിൽ. അതെല്ലാം ഇല്ലാതായി. അവരിപ്പോൾ വളരെ ഹാപ്പിയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പണം അടയ്ക്കാൻ ആരെങ്കിലും തുനിഞ്ഞിറങ്ങിയെങ്കിൽ അത് ആരാണെന്നുള്ള ടെൻഷനായിരുന്നു ഞങ്ങൾക്കെല്ലാം. എനിക്ക് അപ്പോഴേക്കും സംശയം തോന്നി ആയിഷ ചേച്ചി ആയിരിക്കുമെന്ന്. ഇവിടുത്തെ ഈ പ്രതിസന്ധിയിലും ഈ പ്രശ്നങ്ങളിലൊക്കെ രക്ഷിക്കാനും ഞങ്ങളെ സഹായിക്കാനും വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ആയിഷ ചേച്ചി അല്ലാതെ അത് മറ്റാരും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. സത്യത്തിൽ എൻ്റെ അച്ചുചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു, ഞാൻ നിന്റെ അച്ചുചേച്ചി തന്നെയാ എന്ന് അർച്ചന അറിയാതെ പറഞ്ഞു പോകുമ്പോൾ അതിൽ ചോദിച്ചു, അല്ല, എന്താ അച്ചുചേച്ചി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം, അല്ല, നിന്റെ അച്ചുചേച്ചിയെ പോലെ തന്നെയാ ഞാൻ, അത്രയും കരുതിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. എൻ്റെ അടുത്തേക്ക് ആഴ്ചേച്ചി വരുമ്പോഴൊക്കെ എൻ്റെ അച്ചുചേച്ചി അടുത്തേക്ക് വരുന്ന പോലെ തന്നെയാ എനിക്ക് തോന്നാറുള്ളത് എന്ന് അർച്ചനയോട് ആതിര അറിയിച്ചു. എല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്, എന്തും എന്നോട് തുറന്ന് പറയാം എന്ന് പറഞ്ഞപ്പോൾ, ശരി ചേച്ചി, എനിക്ക് എൻ്റെ അച്ചു ചേച്ചിയെ പോലെ തന്നെ ഒരു ചേച്ചി എനിക്ക് കിട്ടിയല്ലോ, എൻ്റെ സങ്കടങ്ങൾ പറയാനും ഞങ്ങളുടെ വിഷമങ്ങൾ അറിയാനും പങ്കുവയ്ക്കാനും എന്ന് പറഞ്ഞ്, എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞ് ആതിര ഫോൺ വെച്ചതും അർച്ചന ആതിരയോട് പറഞ്ഞു, എന്ത് കാര്യത്തിനും എന്നെ വിളിക്കാം, എപ്പോൾ വേണമെങ്കിലും എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം എന്ന് അർച്ചന ആതിരയോട് പറഞ്ഞ് ഫോൺ വെച്ചു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ കമലമ്മ ആകെ സങ്കടത്തോടെ അവിടെ ഹാളിൽ വന്ന് സങ്കടപ്പെട്ട് നോക്കുകയാണ് സേതുമാധവന്റെയും ദയാനന്ദ മാഷിനെ ഫോട്ടോയിലേക്ക്. എന്നിട്ട് കണ്ണുനീര് തുടച്ചു നിൽക്കുന്ന
കമലമ്മയുടെ അരികിലേക്ക് എത്തി. അനഘ ചോദിച്ചു, എന്താ, എന്തു പറ്റി ആന്റി, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പോഴേക്കും സ്നേഹയും അരികിലേക്ക് വന്ന് എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് കമലമ്മ പറഞ്ഞത്, അടുത്ത ആഴ്ച എൻ്റെ മാഷിന്റെ ആണ്ടാണ്. ആ ദിവസം ക്ഷേത്രത്തിൽ അന്നദാനം നടത്തണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊന്നും സാധിക്കില്ലല്ലോ. ഒരിലയിൽ കുറച്ച് എള്ളും ഒരു പിടി ചോറും മാത്രം എൻ്റെ മാഷിന് കൊടുത്താൽ മതി, അത് തന്നെ മാഷിന് തൃപ്തിയായിക്കോളും എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട് നിന്ന അങ്ങനെ ഒരു വാക്ക് കേട്ട കമലമ്മയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേട്ടതോടെ അരികിലേക്ക് വന്ന് സ്നേഹയും അനഘയും പറഞ്ഞു, അതൊന്നും വേണ്ട, നമുക്ക് ആണ്ട് നടത്തുന്ന കാര്യം സച്ചേട്ടനോട് പറയാം, സച്ചേട്ടൻ എന്തെങ്കിലും പോംവഴി കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ട, നമ്മുടെ വീട്ടുകാര്യങ്ങൾ തന്നെ നോക്കാൻ അവൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്, പിന്നെ ഇക്കാര്യം കൂടി അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ ചെറിയൊരു ചടങ്ങ് നടത്തി പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് സച്ചി അവിടേക്ക് എത്തിയത്. അല്ലമ്മേ, അച്ഛൻ്റെ ആണ്ട് അത് നമുക്ക് നല്ല ഭംഗിയായി തന്നെ നടത്തണം, അതിൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും എല്ലാം വിളിച്ച് ഇന്ന് സച്ചി അറിയിച്ചപ്പോഴേക്കും ഉടനെ കമലമ്മ പറഞ്ഞു, ബന്ധുക്കൾ, ഏത് ബന്ധുക്കളാ ഉള്ളത്? നമുക്ക് പണമുണ്ടായിരുന്ന കാലത്ത്, സമ്പത്തുണ്ടായിരുന്നപ്പോൾ ധാരാളം ബന്ധുക്കളുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോ ആരും തന്നെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല നമ്മുടെ ഈ അവസ്ഥയിൽ എന്നറിയിച്ചു. അപ്പോഴാണ് അനഘ ചോദിച്ചത്, അല്ലേട്ടാ, അതിനൊക്കെ പണം വേണ്ടേ എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിളിക്കേണ്ടത് ആരതി ചേച്ചിയെ വിളിക്കണം. അപ്പോഴേക്കും സ്നേഹ പറഞ്ഞു, ആയിഷ ചേച്ചിനെയും വിളിക്കണം, അവർ രണ്ടുപേരും നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാ എന്നറിയിച്ചു. അപ്പോഴാണ് ആതിര ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് മടങ്ങി ആകെ ക്ഷീണിച്ച് വരുന്ന കണ്ടപ്പോഴേക്കും, എന്തു പറ്റി, നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ, എന്തേലും പ്രശ്നമുണ്ടോടി എന്ന് ആതിരയോട് കമലമ്മ ചോദിച്ചു. ഇല്ലമ്മേ എന്ന് പറഞ്ഞ് ആതിര ആകെ വിഷമത്തോടെ അകത്തേക്ക് കയറിപ്പോയതും ഉടനെ കമലമ്മ പറഞ്ഞു, സച്ചി മോനെ, നീ ശ്രദ്ധിച്ചോ, അവൾക്ക് ഈയിടെയായിട്ട് വല്ലാത്തൊരു വിഷമ, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ അനഘ പറഞ്ഞു, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമാണെന്നോ ഒന്ന് അന്വേഷിക്കണല്ലോ എന്ന് അനഘ അറിയിച്ചപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതൊന്നും ആയിരിക്കില്ലമ്മേ, സത്യത്തിൽ അവൾക്ക് സന്ദീപിന്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമമുണ്ട്, നമ്മുടെ മുന്നിലൊക്കെ അത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് അവൾ വല്ലാത്ത വേദനയിലാണ്. സന്ദീപിന്റെ സ്വഭാവവും ഈ പ്രവൃത്തികളും ഒക്കെ അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ലല്ലോ എന്ന് വേദനയോടെ സച്ചി അറിയിച്ചു. കമലമ്മയും അത് കേട്ട് ആകെ സങ്കടത്തിലായി. അപ്പോഴേക്കും ആതിരിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ ആകെ ടെൻഷനോടെ അനഘയും സ്നേഹയും സംശയത്തോടെ നോക്കിയിരുന്നു. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. അർച്ചന ഫോൺ എടുത്ത് നോക്കിയപ്പോഴേക്കും കമലമ്മയാണ് വിളിച്ചതെന്ന് കണ്ടതോടെ ഹലോ അമ്മേ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തു. ഉടനെ കമലമ്മ പറഞ്ഞു, മോളെ, ഞാൻ വിളിച്ചതേ, അടുത്ത വ്യാഴാഴ്ച നമ്മുടെ ആതിരയുടെ അച്ഛൻ്റെ ആണ്ടാണ്, ഇവിടെ ചെറിയൊരു ചടങ്ങ് നടത്തുന്നുണ്ട്, മോള് അതിൽ പങ്കെടുക്കാൻ വരണം എന്ന് പറഞ്ഞപ്പോഴേക്കും അർച്ചന ആകെ വേദനയോടെ തൻ്റെ അച്ഛൻ്റെ ആണ്ടിനെ കുറിച്ച് ചിന്തിച്ചു. അത് കേട്ട് സങ്കടത്തോടെ അച്ഛൻ്റെ ആണ്ട് ദിവസം താൻ അവിടെ ചെല്ലാൻ പോകുന്നതിനെ കുറിച്ചും അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഓർത്ത് വേദനയോടെ നോക്കി നിൽക്കുകയാണ് കമലമ്മ. കമലമ്മയെ പറഞ്ഞ വാക്കുകളൊക്കെ അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അച്ഛൻ്റെ ആണ്ടിന് ഇത്തവണ താൻ കൂടി ചെല്ലണമെന്നും ഇന്നേ വരെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഇന്നേ വരെ അച്ഛൻ്റെ ആണ്ടിന് പങ്കെടുക്കാൻ കഴിയാത്ത തൻ്റെ ആ സങ്കടവും ഓർമ്മകൾ നഷ്ടപ്പെട്ട തൻ്റെ ഇത്രയും കാലത്തെ 10 വർഷക്കാലമുണ്ടായ തനിക്ക് തിരിച്ചറിവില്ലാതിരുന്ന സമയത്തെ അത്രയും നാളത്തെ കടം അച്ഛന് ഈ ആണ്ടിലെങ്കിലും തനിക്ക് വീട്ടണമെന്ന് അർച്ചന തീരുമാനിച്ചു. അതിനുശേഷം ആതിര വീണ്ടും ഓഫീസിലേക്ക് പോകുമ്പോഴേക്കും ഇനിയും അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം തനിക്ക് നേരെ ഉണ്ടായാൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന ഉറച്ച തീരുമാനത്തിൽ അർച്ചന ആതിര കയ്യിൽ ഒരു വിഷക്കുപ്പിയുമായിട്ട് നേരെ ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഈ സമയം അർച്ചന തൻ്റെ കയ്യിൽ കിട്ടിയ ആ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ കോർട്ട് ഓർഡറുമായിട്ട് പോലീസുകാരെയും കൂട്ടി നേരെ അവന്തികയെ നെല്ലിശ്ശേരിയിൽ നിന്ന് പടിയിറക്കാനായിട്ട് അവിടേക്ക് എത്തുകയാണ്. അവന്തിയുടെ കയ്യിലേക്ക് ആ നോട്ടീസ് കൊടുത്തിട്ട് അവന്തികയോട് അർച്ചന പറഞ്ഞു, നീ ഈ നിമിഷം നിന്റേതായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിക്കോണം എന്ന് അർച്ചന അറിയിച്ചു. ഇനി ഈ അർച്ചനയുടെ പടിയേറ്റാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നതെന്നും മര്യാദയ്ക്ക് നീ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞ് അർച്ചന അവന്തികയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളിയിടുന്നു.